ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ലാബ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് എന്റെ ചികിത്സയിൽ വരുന്ന അധികം പേഷ്യൻസും പറയുന്നൊരു കാര്യമാണ്. അതായത് അവർ തുടക്കത്തിൽ വരുമ്പോൾ ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, ക്രിയാറ്റിൻ ഇങ്ങനെ പല പല വ്യത്യസ്തമായ അസുഖങ്ങളായി അതേപോലെ പല പ്രശ്നങ്ങളായിട്ടാണ് വരിക. അപ്പോൾ അതിന്റെ സിംറ്റംസ് ആയിട്ട് അവർ പറയുന്ന ബുദ്ധിമുട്ടുകൾ കൈകാലുകൾ കടച്ചല്, വോമിറ്റിംഗ് ടെൻഡൻസി, തലകറക്കം, ഉറക്കില്ലായ്മ, ഭയങ്കര സ്ട്രെസ്, എന്ത് കേട്ട് കഴിഞ്ഞാലും ഭയങ്കര ടെൻഷന്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും വരിക. നമ്മൾ ചികിത്സ ചെയ്താൽ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനും തുടങ്ങും. മാറിക്കഴിഞ്ഞാൽ പേഷ്യൻസ് പറയും ഇതേപോലെ വോമിറ്റിംഗ് ടെൻഡൻസി കുറഞ്ഞ്, വയറിന്റെ ബുദ്ധിമുട്ട് പോയി, ഗ്യാസ് എന്ത് കഴിച്ചാലും ഭക്ഷണത്തിന് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അതൊക്കെ മാറ്റമുണ്ട്, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, ക്ഷീണത്തിന് മാറ്റമുണ്ട്, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റങ്ങളായിട്ട് പറയും. മാറ്റങ്ങളായി പറഞ്ഞ ഉടനെ തന്നെ പിന്നെ രണ്ടാമത് അവർ പറയുന്ന കാര്യമാണ് ലാബ് ടെസ്റ്റിലെ അളവുകൾക്ക് വ്യത്യാസമൊന്നുമില്ല. ചിലപ്പം ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ 300 കാണുന്നുണ്ട്, അല്ലെങ്കിൽ തൈറോയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ 6 കാണുന്നുണ്ട്. ഇങ്ങനെ പല പല അളവുകളാണ് കാണുന്നത്. പക്ഷെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറവുണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനുഷ്യന്മാർ തന്നെ യുണീക്കാണ്, വ്യത്യസ്തരായിട്ടാണ് മനുഷ്യന്മാർ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ മനുഷ്യന്മാരുടെ ശാരീരിക അവസ്ഥയും മാനസിക അവസ്ഥയും ഒക്കെ വ്യത്യാസം പോലെ തന്നെ നമ്മൾ ആന്തരിക അവയവത്തിന്റെ സൈസ് തന്നെ എടുത്ത് നോക്കിയാൽ സൈസ്, ഷേപ്പ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ അളവുകൾ മാത്രം നമ്മൾ ഒരുപോലെ വേണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമല്ല. അതായത് ഇപ്പോൾ നമ്മൾ ഷുഗർ പേഷ്യന്റ് തന്നെ 10 വർഷം കഴിച്ചൊരു പേഷ്യന്റിനായിക്കോട്ടെ, നമ്മൾ അവരെ അളവ് നോക്കുകയാണെങ്കിലും 300, 400 കറക്റ്റ്, അതായത് പിന്നെ ഈ മധുരങ്ങളൊന്നും കഴിക്കാതെ ഇൻസുലിൻ ടാബ്ലറ്റ് ഒക്കെ കറക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അവര് 10 വർഷം റെഗുലറായിട്ട് ഈ ഗുളികകളൊക്കെ കഴിച്ചുകൊണ്ടും അവരെ അളവ് നോക്കുകയാണെങ്കിൽ ശരിക്കും അളവുകൾ 300, 400 അവസ്ഥ കാണാൻ പറ്റും. ഷുഗർ പേഷ്യന്റ് നിങ്ങൾ വീട്ടിലുള്ള ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് തൈറോയ്ഡ് ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഏത് ഗുളിക റെഗുലറായിട്ട് കുടിക്കുന്ന പേഷ്യൻസിന്റെ അവസ്ഥ ഇതായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യത്യസ്ത ശരീരത്തെ വ്യത്യാസമായിരിക്കും എല്ലാം എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഒരു അളവ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരേ സമയം തന്നെ വ്യത്യാസമുള്ള അളവുകളായിരിക്കും. ഇപ്പോ നമ്മൾ വലത്തെ കൈന്റെ ഇടത്തെ കൈന്റെ, വലത്തെ കാലിന്റെ ഇടത്തെ കൈന്റെ, ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വ്യത്യാസമായിരിക്കും. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സെക്കൻഡുകളിൽ നമ്മുടെ ചിന്തക്കനുസരിച്ചിട്ട്, നമ്മളെ വർക്കിനനുസരിച്ചിട്ട്, നമ്മളെ ഉറക്കിനനുസരിച്ചിട്ട്, നമ്മളെ ഭക്ഷണത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ പല പല അവസ്ഥയിലും പല അളവുകളായിരിക്കും. അപ്പോൾ ഏത് അളവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചികിത്സിക്കും അതൊന്നും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീട്ടിലെ ചില ആളുകളെ ഈ ഷുഗർ പേഷ്യന്റ് വീട്ടിലൊക്കെ ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവും. ആ ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ 10 വിരലിന്റെയും ഒരേ സമയം തന്നെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 വ്യത്യാസമുള്ള അളവായിരിക്കും. അപ്പോൾ ഒരു അളവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചികിത്സിക്കാൻ പറഞ്ഞാല് ശരിക്ക് അതൊരിക്കലും അടിസ്ഥാനമുള്ള ഒരു ചികിത്സ അല്ല. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ലാബ് ടെസ്റ്റിന്റെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു റിസൾട്ടിന്റെ അടിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതുമായിട്ട് ലീഗലി നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇത് കൺഫേം ആണെന്ന് പറയാൻ പറ്റില്ല. എന്തൊരു ലാബിൽ പോയി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഒരു 4 വരിയിൽ ചെറിയ എഴുതിയത് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ചികിത്സ ഒരു അളവിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ചികിത്സിക്കുക? നമുക്ക് ചെറിയൊരു കോമൺ സെൻസ് മതി ഇത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനസികവുമായി ശാരീരികവുമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മാത്രമാണ് രോഗം. നമ്മൾ മാനസികമായി ശാരീരികമായി ഓക്കെ ആണെങ്കിൽ, ഒരു സ്വസ്ഥമായ ഒരു സമാധാന ജീവിതമാണ് നയിക്കുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും രോഗിയല്ല. ചില ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഒരു രോഗവും ഇല്ലാത്ത അവസ്ഥയിൽ അവര് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും അവര് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ അളവുകൾ പോയി നോക്കുക എന്നുള്ളൊരു പ്രവണത ഉണ്ട്. ഒരു അസുഖം ഇല്ലാത്ത ആളെ വെറുതെ പോയി ചെക്ക് ചെയ്യുക, എന്നിട്ട് അളവിന്റെ അടിസ്ഥാനത്തിൽ മരുന്ന് കഴിക്കുക. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അളവ് നോക്കി ചികിത്സിക്കാന്ന് പറഞ്ഞാല് ശരിക്കും അതിലൊരു വസ്തുതയില്ല. അപ്പൊ ഇതെന്തുകൊണ്ട് വിശ്വസിച്ചിട്ട് ഇതിലേക്ക് പോകുന്നുള്ളത് അറിയില്ല. അപ്പൊ ഇപ്പൊ തന്നെ പേഷ്യൻസ് പറയും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി, പക്ഷെ അളവുകൾ മാറുന്നില്ല. അപ്പൊ അത് ഒരാളെ അളവായിരിക്കും, നമുക്കത് മാറ്റാൻ പറ്റൂല. ഇപ്പൊ ഗുളിക കഴിക്കുന്ന പേഷ്യൻസിന് ഇൻസുലിൻ അടിക്കുന്നതും ബിപിന്റെ ഗുളിക കഴിക്കുന്നത് എല്ലാ പേഷ്യൻസിനും ചില സമയത്ത് ഓരോ അളവുകളായിരിക്കും. അതിന് വേരിയേഷൻ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ചിന്തക്കനുസരിച്ച്, നമ്മുടെ വർക്കിനനുസരിച്ച്, നേരത്തെ പറഞ്ഞ പോലെ പല പല അളവുകളായിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മാനസികവും ശാരീരികമായി സ്വസ്ഥമായി ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയാണ്. ഒരു രോഗം പോയി വാങ്ങേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു.